കണ്ട പോലെയുള്ള പോളനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് 2 രീതിയിൽ പോളൻ ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ പോളൻ ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക്, കാരണം ഞാൻ ഗ്ലൂ ഗണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കമൻസ് വരാറുണ്ട്, എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഗ്ലൂ ഗൺ ഇല്ലാണ്ട് പോളൻ ഉണ്ടാക്കാനുള്ള ഐഡിയയും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ അതും ഈ വീഡിയോൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല, ലാസ്റ്റ് നമ്മൾ വേറൊരു ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി കുറച്ച് വന്ന മാവ് വെച്ചിട്ടോ. അപ്പോൾ ഇതും കൂടെ മൂന്നും കൂടെ ചേർത്ത് ഒരു ലോങ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഉണ്ടാക്കിയ പോളൻ നമ്മൾ കണ്ണി എടുക്കുക, കണ്ണിൻ്റെ മേലെ കുറച്ച് ഗ്ലൂ ആക്കുക, അത് നമ്മുടെ ഗിൽറ്റിൽ ടിപ്പ് ചെയ്യുക, നമുക്ക് ഷേപ്പ് ആക്കി കൊടുക്കുക. പോളൻ്റെ ഷേപ്പ് ആക്കി കൊടുത്താൽ സിമ്പിളായിട്ടുള്ള പോളൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവർക്ക് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ കുറച്ച് ത്രെഡ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വലിയ പോളൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത്തിരി വീതിയുള്ള ത്രെഡ് എടുത്തത്. നിങ്ങൾ ചെറിയ പോളനാണെങ്കിൽ നിങ്ങൾ കുറച്ച് വീതി കുറഞ്ഞ ത്രെഡ് എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളം കൂടെ, വെള്ളം കൂടി പോകരുത്, ഫെവിക്കോൾ കൂടിയാലും. എന്നിട്ട് നന്നായിട്ട് നമ്മളെ ത്രെഡ് അതിലിട്ടിട്ട് നന്നായിട്ട് മുക്കിയതിന് ശേഷം ഇതുപോലൊരു കുപ്പിയോ എന്തെങ്കിലും ഒരു ഐറ്റം എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഇത്തിരി സ്പേസ് ഇട്ടിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ല. ഗ്ലൂ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഞാനിത് രാത്രി ചെയ്തു, പിറ്റേന്ന് നേരം വെളുത്തപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അതിലധികം വെള്ളം കൂട്ടിയിട്ടില്ല, ഗ്ലൂ അതിന് കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് വേഗം തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇത്തിരി വീതിയുള്ള ഇത്തിരി വലിയ പോളൻ ഉണ്ടാക്കി എടുക്കുന്നത്. കാരണം ഇതിൻ്റെ മുൻപ് ഞാൻ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ പോളം വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ ഫ്ലവേഴ്സ് കാണാൻ. അപ്പോൾ പോളൻ ഇല്ലാത്തത് കാരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ പോളം വാങ്ങാൻ വേണ്ടി ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പോളം വാങ്ങിയാൽ മുതലാവില്ല എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉണ്ടാക്കാനുള്ള ഐഡിയ കിട്ടിയത് കാരണം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ആ ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇത്തിരി വലിയ ഫ്ലവേഴ്സാണ്, അതുകൊണ്ടാണ് ഇത്തിരി വലിപ്പമുള്ള പോളൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പോളൻ ആക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഇത്തിരി വീതിയുള്ള ത്രെഡ് എടുത്ത് കേട്ടോ. അങ്ങനെ ത്രെഡ് നമുക്ക് ഇതുപോലെ നമുക്ക് എത്ര സൈസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടാമത് അതിലേക്കുള്ള മാവാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഫെവിക്കോൾ നമ്മൾ മാവ് കുഴക്കണ സമയത്ത്, അത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് നമുക്ക് എന്താക്കാം ചെയ്തെടുക്കണം കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ ഊബ്ലക്കയ്പും. വെള്ളം തീരെ കൂട്ടണ്ട. ഞാൻ ഇതിൽ വെള്ളം തീരെ കൂട്ടിയിട്ടില്ല. ഫെവിക്കോളും നമ്മുടെ കോൺഫ്ലവർ മാത്രമാണുള്ളത്. വേണമെങ്കിൽ ഒരു നുള്ള വെള്ളം വേണം കൂട്ടി കൊടുക്കാം, തോനായി പോകണ്ട. കോൺഫ്ലവർ ഇടുക, അതിലേക്ക് കുറച്ച് ഗ്ലൂ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നോക്കി അങ്ങനെ കുറച്ച് ഗ്ലൂ ഒഴിച്ചാൽ മതി. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, അത് ഊബ്ലക്കായി പോകും. അങ്ങനെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് കണ്ടാൽ പിന്നെ കുറച്ചും കൂടെ കോൺഫ്ലവർ ഇടുക, കാരണം നമ്മുടെ ഗ്ലൂ കൂടി പോയിട്ടാണ്. അങ്ങനെ നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരുവം കിട്ടും. ഇതാണ് നമ്മുടെ കറക്റ്റ് നമുക്ക് ആ ഒരു പോളൻ ഉണ്ടാക്കാനുള്ള മാവിൻ്റെ കറക്റ്റ് പാകം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ത്രെഡ് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ ഗ്ലൂവിലൊക്കെ മുക്കി ഉണക്കി വെച്ച ത്രെഡ്, ആ ത്രെഡിൻ്റെ മേലേക്ക് ഇതുപോലെ ഇത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്തിരി വലിപ്പമുള്ളതാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചാക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മളെ എല്ലാ ത്രെഡിൻ്റെ മേലേക്കും ഇതുപോലെ നമ്മുടെ മാവും കൂടെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള പോളൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഞാൻ പെയിൻ്റ് അടിച്ച് നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് പെയിൻ്റ് അടിച്ച് കാണിച്ചു തരുന്നത്. ബാക്കിയുള്ളത് ഞാൻ ആ ഫ്ലവേഴ്സ് ചെയ്യുമ്പം അതിന് മാച്ചായിട്ടുള്ള കളർ കൊടുക്കാമെന്ന് വിചാരിച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പോളന് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ ഉണങ്ങി കിട്ടും. നമ്മൾ ഒന്ന് ചെയ്ത് രണ്ടാമത്തെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചത് ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. വേഗം തന്നെ പൊട്ടിപ്പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ടുള്ള പോളന് കിട്ടും. ഇനിയിപ്പം ഇതിൻ്റെ ബാക്കി കുറച്ച് മാവുണ്ട് കേട്ടോ. ബാക്കി കുറച്ച് മാവുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഒരൈറ്റം ഉണ്ടല്ലോ, അതെന്താ വെച്ചാൽ നമ്മുടെ ആന്തൂരം ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ബാക്കി വന്നപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത്. ഈ ഒരു ഫ്ലവർ ആന്തൂരം ഞാൻ കുറേ മുമ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഫോണിലൊക്കെ വീഡിയോസ് കണ്ടത് അവരത് പേപ്പർ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന്. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. ആദ്യം നമ്മുടെ നൂൽക്കമ്പിയിലേക്ക് ഇതുപോലെ നമ്മുടെ മാവ് ഒന്ന് അതുപോലെയൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം കുറച്ച് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. നൂൽക്കമ്പിയോ സൂചി എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റത്തേന് ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ട സമയത്ത് വേഗം തന്നെ ഉണങ്ങുന്നത് കാരണം അത് പൊട്ടിപ്പോവുമായിരുന്നു, നടക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സാധാ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടെ ഗ്ലൂ കൂട്ടി കുഴച്ച് സാധാ പോലെ ഇതുപോലെ കയറ്റി കൊടുത്തു. പിന്നെ എൻ്റെ മേലേക്ക് ഇതുപോലെ നൂൽക്കമ്പിയുമൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് കോർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫെവിക്കോൾ തന്നെ അതിൻ്റെ മേലേക്ക് നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പേപ്പറിലേക്ക് കുറച്ച് ഗിൽറ്റ് ഇടുന്നുണ്ട്. ഇതുപോലെ കുറച്ച് ഗിൽറ്റ് ഇട്ടിട്ട് നമുക്ക് എന്താക്കാം, ഇതുപോലെ നമ്മുടെ ഫുള്ളായിട്ടൊന്ന് ടിപ്പ് ചെയ്തെടുക്കുക. എല്ലായിടത്തും നമ്മുടെ സ്വീക്കൻസ് ആവുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഞാൻ വലിയ ആന്തൂറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി നീളവും വീതിയൊക്കെ ഉള്ളതാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഉണങ്ങാൻ വെക്കാം. ഞാനിതിപ്പോൾ രാത്രി ചെയ്തു, പിറ്റേന്ന് വൈകുന്നേരമാണ് ഞാൻ അടുത്തത് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഫുള്ളായിട്ടും ഉണങ്ങാൻ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് പിറ്റേന്നായപ്പോഴത്തേക്ക്
അപ്പോഴത്തേക്ക് നന്നായിട്ട് എൻ്റെ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി പരിപാടി പിറ്റത്തെ ദിവസമാണ് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഇതുപോലെ റഫ് പേപ്പറിൽ ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടൂലാന്നാണെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഇതിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഗിൽറ്റർ ഫോം ഷീറ്റിലാണ് ഞാൻ ഇതുപോലെ ലീഫ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഇതുപോലെ ഗിൽറ്റർ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു എല്ലാം ഒരേ കളറിൽ നമുക്കൊരു 6 എണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ കളറും ഓരോ പേപ്പർ ഓരോ ഷീറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഷീറ്റിൽ നിന്ന് ഒന്നോ രണ്ടെണ്ണോ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി എല്ലാ കളറിനും ഓരോന്ന് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ. ഇനിയിപ്പോൾ ഉള്ളവരെന്ന് വെച്ചാൽ ഇത് മെല്ലെ നമ്മൾ കറക്റ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കരുത്, കുറച്ചൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ആന്തൂരാനൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ സ്ഥിരപ്പെട്ടിച്ച് നന്നായി ചൂടാക്കി കഴിയുമ്പോൾ ഒന്നാകെ ചുങ്ങിപ്പോൾ അപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും. അതുകൊണ്ടാണ് മെല്ലെ കൈ കൊണ്ട് വലിച്ചു കൊടുക്കുന്നത്. ഞാൻ സ്പീഡിലൊന്ന് വലിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് കീറിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഗ്ലൂ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഈ ഒരു ഹോളുള്ള ഭാഗത്ത് ഇതുപോലെ നമ്മൾ നേരത്തെ ഗിൽറ്റ് തേച്ച സാധനം കൂടെ ഒട്ടിച്ച സിമ്പിളായിട്ടുള്ള ആന്തൂരത്തിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ആ നൂൽക്കമ്പി കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗ്രീൻ ടാപ്പ് അല്ലെങ്കിൽ മാസ്ക് ടാപ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കുക. മാസ്ക് ടാപ്പ് ചുറ്റുകയാണെങ്കിൽ ലാസ്റ്റ് പെയിൻറ്റ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഗ്രീൻ ടാപ്പും ഇല്ലായിരുന്നു, മാസ്ക് ടാപ്പും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നമ്മുടെ കളർ പേപ്പർ ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ ഫുള്ളായിട്ട് ഗ്ലൂ തേച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തതിന് നമ്മുടെ സിമ്പിളായിട്ടുള്ള ആന്തൂരത്തിൻ്റെ പണി കഴിഞ്ഞു. എനിക്കിതുമേൽ കുറച്ച് ടൈം വന്നത് നമ്മൾ കോൺഫ്ലവർ ഉണങ്ങാൻ വേണ്ടി വെച്ചു. നമ്മൾ രാത്രി ഉണ്ടാക്കി പിറ്റേന്ന് വൈകുന്നേരമാണ് നമ്മൾ ഇത് വെച്ചിട്ട് അടുത്ത് നമ്മൾ അതിൻ്റെ ബാക്കി പണി ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു ഉണങ്ങാനുള്ള കുറച്ച് ടൈം നമ്മൾ പിടിച്ച് നന്നായിട്ട് തന്നെ ഉണങ്ങിക്കോട്ടെ. ഇനി ചെയ്യുന്നതിനിടെ കൂടെ പൊട്ടിപ്പോണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് അധികം നേരം വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് കുറച്ച് ടൈം വന്നത്. ഫ്ലവർ വേണ്ടാന്നാണെങ്കിൽ മാസ്ക് ടാപ്പ് നൂൽക്കമ്പിയിൽ ഇതുപോലെ കുറച്ച് തിക്കായിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വേഗം ചെയ്തെടുക്കാം. പെയിൻറ്റ് അടിച്ചിട്ട് പിന്നെ ഗിൽറ്റിൽ ടിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് തന്നെ കിട്ടി കേട്ടോ. ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.